സംസ്ഥാനത്തെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന NCC പരേഡുകൾ പ്രതിസന്ധിയിലേക്ക്. കഴിഞ്ഞ ഒരു വർഷമായി സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണ ഗ്രാന്റ് കുടിശ്ശികയാക്കിയതിനെ തുടർന്നാണിത്. ഈ വർഷം NCCയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടിയാണ് സർക്കാർ നടപടി വിലങ്ങത്തടിയാവുന്നത്. സംസ്ഥാനത്ത് അധ്യയന വർഷം ആരംഭിച്ച് മാസം 2 ആകുമ്പോഴും NCC യൂണിറ്റുകൾക്ക് പരേഡ് ആരംഭിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥികൾക്കായി അനുവദിച്ചിരിക്കുന്ന ഭക്ഷണ ഗ്രാന്റ് കുടിശ്ശികയാക്കിയതിനെ തുടർന്ന് കരാറുകാർ വരാതി ആയതാണ് പ്രതിസന്ധിക്ക് കാരണം. ഒരു കേഡറ്റിന് 60 രൂപ നിരക്കിൽ 40 കേഡറ്റുകൾക്കാണ് ഗ്രാന്റ് കുടിശ്ശികയുള്ളത്. യൂണിറ്റുകളുടെ പ്രവർത്തനത്തിനാവശ്യമായ തുകയിൽ 75% കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുമ്പോഴാണ് സംസ്ഥാന സർക്കാർ നൽകേണ്ട 25% പോലും നൽകാതിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നേരിട്ടാണ് തുക കരാറുകാർക്ക് നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തെ തുക കുടിശ്ശികയായതോടെ വെട്ടിലാകുന്നത് അസോസിയേറ്റ് NCC ഓഫീസർമാരായ സ്കൂൾ കോളേജ് അധ്യാപകരും. അധ്യയന വർഷം ആരംഭിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും കേരളത്തിലെ സ്കൂളുകളിൽ NCCയുടെ പ്രവർത്തനമോ പരേഡോ ആരംഭിച്ചിട്ടില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നടന്ന പരേഡുകളിൽ കേഡറ്റുകളുടെ ഭക്ഷണ ഇനത്തിൽ ചെലവായ ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ സംസ്ഥാന സർക്കാർ ഇതുവരെയും കോൺട്രാക്ടർമാർക്ക് നൽകിയിട്ടില്ല. ഈ തുക എത്രയും പെട്ടെന്ന് തന്നെ കോൺട്രാക്ടർമാർക്ക് നൽകാതെ ഈ വർഷം NCCയുടെ പരേഡ് ആരംഭിക്കേണ്ട കാര്യമില്ല എന്നാണ്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം ചെലവാക്കിയ തുക സർക്കാർ നൽകിയാൽ മാത്രമേ ഇത്തവണ പരേഡുകൾ നടത്താൻ സാധ്യമാകൂ എന്ന നിലപാട് കടുപ്പിക്കുകയാണ് കേരള NCC ഓഫീസേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. ജനം, തിരുവനന്തപുരം.